രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെക്കാൾ കേരളത്തിനുണ്ടായത് കേന്ദ്രത്തിന്റെ നാടിനെ പുറകോട്ടടിക്കാനുള്ള സമീപനമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയും ജീവനക്കാരുടെ DA കുടിശ്ശികയും എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഇടതു സർക്കാരിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. അതിനെയെല്ലാം അതിജീവിച്ചാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട്. ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും, ഇതാണ് നമുക്ക് ഉണ്ടായ, നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം. അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ, ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ആ അത്യുന്നത കോടതി പോലും നമ്മുടെ വാദഗതി അംഗീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു. 2016 മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആര് മുടക്കാൻ ശ്രമിച്ചാലും ക്ഷേമ പെൻഷൻ മുടങ്ങില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട DA അത് കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിഷമം എല്ലാ കാലത്തും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാട്. പെൻഷൻകാരുടെ DRനും ഈ കാലയളവിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട. ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ഒന്നിച്ച് കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, DAയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ, ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിൽ മന്ത്രി GR അനിൽ അധ്യക്ഷനായി. മറ്റു മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.